പുഷ്പ 2 റിലീസിനിടെ ഉണ്ടായ സംഘർഷത്തിൽ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുനെതിരെ നീക്കം ശക്തമാക്കാനൊരുങ്ങുകയാണ് തെലങ്കാന പോലീസ്. അല്ലു അർജുന് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തെലങ്കാന പോലീസ് ഒരുങ്ങുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അല്ലു അർജുനെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ശനിയാഴ്ച രാവിലെ തന്നെ തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ച ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരുന്നു. 50,000 രൂപയുടെ ബോണ്ടിനാണ് അല്ലുവിന് 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം നൽകിയത്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ കുട്ടിക്ക് ഇന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചു. ശ്രീതേജ് എന്ന കുട്ടിയാണ് മരിച്ചത്. ചികിത്സയിൽ തുടരുന്നതിനിടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മ രേവതി നേരത്തെ മരണപ്പെട്ടിരുന്നു. സന്ധ്യ തിയേറ്ററിൽ നടന്ന പ്രീമിയർ ഷോയ്ക്കിടെയായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്. അല്ലു അർജുന്റെ വലിയ ഫാനായ മകൻ ശ്രീതേജിന്റെ നിർബന്ധപ്രകാരമാണ് പുഷ്പ 2 പ്രീമിയർ കാണാൻ സന്ധ്യയും തിയേറ്ററിലെത്തിയത്. ഇതിനിടെ തിയേറ്ററിലേക്ക് അല്ലു അർജുൻ എത്തുകയും താരത്തെ കാണാൻ ആരാധകർ തിരക്ക് കൂട്ടുകയുമായിരുന്നു. തിയേറ്ററിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ രേവതിയും മകൻ ശ്രീതേജും തിരക്കിൽപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ രേവതിയെയും ശ്രീതേജിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രേവതി മരിച്ചു. രേവതിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് അല്ലു അർജുൻ രംഗത്തെത്തുകയും ചെയ്തു. കുടുംബത്തിന് 25 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അല്ലു അറിയിച്ചു. തൊട്ടു പിന്നാലെ സന്ധ്യ തിയേറ്റർ ഉടമ, മാനേജർ, സെക്യൂരിറ്റി ചീഫ് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനുശേഷം അല്ലു അർജുനെയും കേസിൽ പ്രതിയാക്കി. മുന്നറിയിപ്പില്ലാതെ അല്ലു അർജുൻ തിയേറ്ററിലെത്തിയതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ഹൈദരാബാദ് പോലീസിന്റെ വിശദീകരണം. തിയേറ്റർ അധികൃതർ മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും പോലീസ് ആരോപിച്ചിരുന്നു. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ നിന്നായിരുന്നു അല്ലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിന് തൊട്ടു പിന്നാലെ തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.